അങ്ങനെ ഫൈനലി എൻ്റെ ഒരു സൺഡേ റുട്ടീൻ കാണിക്കുന്നുണ്ട്. മെയിൻലി വന്നിട്ട് ഹെയർ കെയർ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതർ ദാൻ ബോഡി കെയറും ചെയ്യുന്നുണ്ട് ആൻഡ് ലിറ്റിൽ ബിറ്റ് സ്കിൻ കെയർ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ദെൻ കീപ്പ് ഓൺ വാച്ചിങ്. സോ ബിഫോർ വി സ്റ്റാർട്ടിങ് ദ വീഡിയോ ഇതാണ് എൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹെയർ ലുക്സ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഹെയർ കെയർ റുട്ടീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനൊന്ന് വീഡിയോന് വേണ്ടി കുറച്ചൊരു പ്രസരിപ്പ് വേണമല്ലോ മുഖത്ത്. അപ്പം ഞാൻ ഈ പ്ലിക്സിൻ്റെ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ തിങ് എന്ന് പറയുന്നത് മുടിയുടെ ജട കളയുക എന്നുള്ളതാണ്. നമ്മൾ മുടിയുടെ ജട കളയുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ ഒരു വൈഡ് ടൂത്ത് കോമ്പ് യൂസ് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ജട കളയുമ്പോൾ എപ്പോഴും താഴെ നിന്ന് മേലോട്ടേക്ക് വേണം ജട കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുടി ഈസിലി ബ്രേക്ക് ആവാനും സോ ദാറ്റ് നിങ്ങൾക്ക് ഫ്രിസ്സും കൂടും. മുടിയുടെ ജടയൊക്കെ നന്നായിട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് ട്വീഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പംകിൻ ആൻഡ് റോസ്മേരി ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സോ പംകിൻ എന്ന് പറയുന്നത് പംകിൻ സീഡ് ഈസ് എ വെരി ഗുഡ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ഹെയർ തിക്ക് ആവാനും ഒക്കെ നമുക്ക് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ അതിൻ്റെ കൂടെ റോസ്മേരിയും കൂടി ഉണ്ട്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് കോമ്പിനേഷൻ ടു പ്രൊമോട്ട് യുവർ ഹെയർ ഗ്രോത്ത്. അപ്പോൾ സ്കാൽപ്പിൽ മാത്രമാണ് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ലെങ്ത്തിന് വേണ്ടിയിട്ട് ഞാൻ മിനിമലിസ്റ്റിൻ്റെ മാലിക് ബോൺ റിപ്പയർ കോംപ്ലക്സ് സിറാണ്. എനിക്കറിയാം നിങ്ങൾ കുറേ അധികം വീഡിയോസിലും കാര്യത്തിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സിറം. സോ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന കൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മളിത് ഹെയറിൽ സ്കാൽപ്പിൽ ഇത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഹെയർ ലെങ്ത്തിൽ മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഈവൻ ഇതുപോലെ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ഈവൻലി സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈവൻലി എല്ലാ മുടിയുടെ ഇഴകളിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലീവ് ഇറ്റ് ഫോർ മാക്സിമം 1 hour മാത്രം ഇത് നമ്മുടെ മുടിയിൽ വെക്കാൻ പാടത്തുള്ളൂ. അതിൽ കൂടുതൽ വെക്കരുത്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് ബോട്ടിലും കൂടി എഴുതിയിട്ടുണ്ട്. സോ 2 സെക്ഷനിൽ നന്നായിട്ട് ഞാൻ ഈ സിറം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു 1 hour വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇനി തല കഴുകാം. ആ 1 മണിക്കൂറിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ നെയിൽസ് വന്നിട്ട് ഒന്ന് ഗ്രൂം ചെയ്യാണ്. ഗ്രൂമിംഗ് ഒന്നും പറയാനില്ല. ഈ ഒരു കിറ്റ് കണ്ടോ, ഇത് ഞാൻ എപ്പോഴോ മാർക്കറ്റിലോ പോയപ്പോൾ വാങ്ങിച്ചൊരു കിറ്റാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. 200 rupees മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. എനിക്ക് വന്നിട്ട് എപ്പോഴും നെയിൽസ് വാർത്തും ഒട്ടും തന്നെ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര അനോയിങ് ആണ്. ഇറ്റ്സ് വെരി അൺഹൈജീനിക് ടു മീ. സോ എപ്പോഴും വന്നിട്ട് ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ നഖം വന്നിട്ട് വെട്ടാറ്. സോ ഈ ഒരു കിറ്റിൽ 2-3 സാധനം കാണാനില്ല. സോ ഉള്ള സാധനം വെച്ച് ഞാനൊന്ന് നെയിൽസ് വന്നിട്ട് 1 hour കഴിഞ്ഞു നമുക്കിനി ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഞാൻ പ്ലിക്സിന്റെ ഈ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, അതായത് ഫാർമസി ആന്റി ഡാൻഡ്രഫ് ഷാമ്പു വന്നിട്ട് ഭയങ്കര മുടിയെ നമുക്ക് ഫ്രിസി ആക്കും, ഭയങ്കര ഡ്രൈ ആക്കും. സോ ഇത് വന്നിട്ട് അങ്ങനെയല്ല. പക്ഷെ ഇത് എന്തായിരിക്കും, നമുക്ക് ഡാൻഡ്രഫിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഐ ആം കറന്റ്ലി ലവിങ് ദിസ് ഷാമ്പു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ ഡവിൻ്റെ ഈ ഒരു ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു ഹോളി ഗ്രേയിൽ ഹെയർ മാസ്ക് അല്ലെങ്കിൽ കണ്ടീഷണർ ആണ്. അടിപൊളി സാധനമാണ്. നിങ്ങൾ ഇതുവരെ വന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ. ഇത് ഞാൻ എൻ്റെ ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യാണ്. ജനറസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. ഞാൻ നമുക്ക് ഒരു 10 to 15 minutes ഞാൻ ഇത് അങ്ങനെ തന്നെ ലീവ് ചെയ്യും. ആൻഡ് അതിനിടയ്ക്ക് മീൻ വൈൽ എൻ്റെ ഒരു ബോഡി എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ബോഡി ഷേവിങ് റൂട്ടീൻ കൂടി കാണിക്കാം. സോ ഫോർ ദാറ്റ് ഞാൻ എൻ്റെ കണ്ടോ ഈ കെമിസ്റ്റപ്ലയുടെ ഈ ഒരു ബോഡി വാഷ് അത് വന്നിട്ട് യൂസ് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കിത് അങ്ങനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഇതെനിക്ക് ടാനിലൊന്നും അങ്ങനെ വർക്ക് ചെയ്ത പോലെ ഇതുവരെ വന്നിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഫോർ ഫിനിഷിങ് ദാറ്റ് ഔട്ട് ഞാൻ ഈ കെമിസ്റ്റപ്ലയുടെ ബോഡി വാഷും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോഡി വൈസിൻ്റെ ബോഡി സ്ക്രബും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബോഡി എന്താക്കുന്നത്, സ്ക്രബ് ചെയ്യുന്നത്. കൈയും കാലും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാണ്. ഒരു 2 to 3 minutes ഞാൻ സ്ക്രബ് ചെയ്ത ശേഷം അങ്ങനെ തന്നെ ലീവ് ചെയ്യും. ആൻഡ് ദെൻ വാഷ് ഇറ്റ് ഓഫ്. ആൻഡ് ഫൈനലി ഹെയർ മാസ്കും കൂടി നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക. ആൻഡ് ഞാൻ ഹെയർ വന്നിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് മൈക്രോ ഫൈബർ ടവലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കുട്ടി ഷേവിംഗ് റൂട്ടീൻ കാണാം, പ്ലസ് സ്കിൻ കെയർ റൂട്ടീൻ. സോ ബിഫോർ ദാറ്റ് ഞാനൊരു ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. പ്ലമ്മിന്റെ വന്നിട്ട് നിങ്ങൾ കുളി കഴിഞ്ഞ് ഡയറക്ട്ലി വന്നിട്ട് ബോഡി ലോഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് വന്നിട്ട് മനസ്സിലാവും. നമ്മുടെ ബോഡി വന്നിട്ട് ഇൻസ്റ്റന്റ് വന്നിട്ട് സോഫ്റ്റൻ ആക്കും. ആൻഡ് ആ നറിഷ്മെന്റില് ത്രൂ ഔട്ട് ദ ഡേ വന്നിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ ഒരു പ്ലമ്മിന്റെ വന്നിട്ട് ഇതിന്റെ സ്മെല്ല് വന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇതിന്റെ ഈ ഒരു നറിഷ്മെന്റ് ഇല്ലേ, മോയിസ്ചറൈസേഷൻ, അത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. മുഖത്ത് ആകെ മൊത്തം ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പീരീഡ്സ് എടുക്കാനായി. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് ആകെ മൊത്തം ഒരു ഡൾനെസ്സും ഇറിറ്റേഷനും ഒക്കെ വന്നിട്ടുണ്ട്. ആക്നെയും കൂടി ഉണ്ട്. സോ ചെറിയ രീതിക്ക് എൻ്റെ മീശയും അതുപോലെ ഈ ഒരു ഐബ്രോന്റെ ഏരിയ ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഫേസ് വാഷിനായിട്ട് ഞാനിവിടെ അനുവയുടെ ഈ ഒരു ഹെർട്ട് ലീഫ് പ്ലസ്
BH ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത്. ബോംബെയുടെ റേസർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫേസ് ഷേവ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ആക്റ്റീവായ ആക്നെ ഒക്കെ ഉണ്ടെങ്കിൽ ദെൻ പ്ലീസ് ഡോണ്ട് ഷേവ്. അത് നമുക്ക് കൂടുതൽ ട്രിഗർ ആക്കത്തേ ഉള്ളൂ. ഈ ഒരു ഹെർട്ട് ലീഫ് ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ അഗൈൻ ഈ ഒരു പ്ലിക്സിന്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ഇന്നൊരു സിനിമ കാണാനുള്ളതുകൊണ്ട്, ഏതാ സിനിമ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ അന്ന് സിനിമ കാണാനുള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ മൈക്രോഫൈബർ ടവല് പ്രോബബ്ലി ഒരു അരമണിക്കൂർ വെച്ച ശേഷം ഞാൻ എടുക്കുകയാണ്. അതാണ് മുടി അത്ര ഡ്രൈ ആയിക്കില്ല. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡവിന്റെ ഈ ഒരു ഏതാണ് പെപ്റ്റൈഡ് ബോണ്ട് ലീവിന് കണ്ടീഷണർ ആണ്. ഇത് ഞാനിപ്പം ട്രൈ ചെയ്യാണ്. ആൻഡ് സോ ഫാർ ഇറ്റ്സ് വർക്ക് സോ ഗ്രേറ്റ്. ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നനഞ്ഞ, അതായത് കുറച്ച് സ്ലൈറ്റ്ലി ഡാമ്പൻ ഹെയറിലാണ് കേട്ടോ. ഡ്രൈ ആയ ഹെയറിൽ ഞാൻ ഇത് യൂസ് ചെയ്തു, പക്ഷെ ഇതെനിക്ക് അങ്ങനെ വർക്ക് ചെയ്യുന്ന പോലെയും തോന്നിയില്ല. പക്ഷെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര വാവ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല കേട്ടോ. അതിനുശേഷം ഐ ആം യൂസിങ് ഈ ഒരു മോയ്സ്ചറൈസേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ആം യൂസിങ് എ ഹെയർ സിറം. ഞാൻ ഈ മിനിമലിസ്റ്റിന്റെ ഈ ഒരു ഫ്രിസ് കൺട്രോൾ ഹെയർ സിറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഹാസ് SPF 30. സോ നമുക്ക് ഞാനിപ്പോൾ പുറത്ത് പോവാണ്. ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് മൈ ഹെയർ ഫ്രം UV rays. ആൻഡ് അതിനുശേഷം ഐ ആം യൂസിങ് എ സ്പോട്ട് കറക്റ്റർ. സ്പോട്ട് കറക്റ്ററിനായിട്ട് ഞാനിവിടെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഇതാണ് ഡോക്ടർ ഷെയ്ത്തിന്റെ ലാക്റ്റിക് ആസിഡ് പീലാണ് യൂസ് ചെയ്യുന്നത്. യെസ്, ഇറ്റ് വർക്ക്സ് ആസ് എ ഗ്രേറ്റ് ആസ് എ സ്പോട്ട് കറക്റ്റർ ടു. ആൻഡ് അത് കുറച്ച് നമുക്ക് അബ്സോർബ് ആയതിനു ശേഷം ഐ ആം യൂസിങ് എ സൺസ്ക്രീൻ. ഇത് ഫോർമുല RXന്റെ ഈ ഒരു ടിൻഡഡ് സൺസ്ക്രീൻ ആണ്. ഇതിന്റെ ഒക്കെ ഞാൻ റിവ്യൂ വന്നിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇങ്ങനെയാണ് ഇപ്പം മുടി ഇരിക്കുന്നത്. നമുക്ക് ഒരു പ്രോപ്പർ ഹെയർ കെയർ അല്ലെങ്കിൽ ബോഡി കെയർ ടോട്ടൽ നമ്മൾ ഒരു ദിവസം എടുത്ത് നമുക്ക് എന്താണ് ഈ ഒരു കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അത് നമുക്ക് വേറൊന്നും ചെയ്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല അല്ലേ? ഞാൻ കറക്റ്റല്ല പറഞ്ഞത്. സോ അതിനുശേഷം ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ക്ലിപ്പ് രാത്രിയാണ്. സിനിമയൊക്കെ കണ്ടു. സോ രാത്രി ആയപ്പോൾ മുടി കംപ്ലീറ്റ്ലി കൊണ്ട് ഡ്രൈ ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ മൈ ഹെയർ ലുക്സ്. ആൻഡ് ഫൈനലി ഞാനിവിടെ പിൽഗ്രിമിന്റെ അഡ്വാൻസ് ഹെയർ ഗ്രോ സിറാണ് യൂസ് ചെയ്യുന്നത് വിത്ത് മൈ ഡെർമാ റോളർ. ദിസ് ഇസ് മൈ 6ാമത്തെ അല്ലെങ്കിൽ 7ാമത്തെ ബോട്ടിലാണ്. ആൻഡ് അത് തന്നെ മനസ്സിലാവും ഹൗ മച്ച് ഐ ലവ് ദിസ് സിറം, ഒരു ഹെയർ സിറം. അത് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ജെന്റിലായിട്ട് മസാജ് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ ഐ എം യൂസിങ് ദിസ് ഡെർമാ റോളർ. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് ദയവ് ചെയ്ത് ഈ ഒരു ഡെർമാ റോളർ പോയി വാങ്ങിച്ച് ഉപയോഗിക്കരുത്. ബിക്കോസ് ഇറ്റ് ഹാസ് ഹ്യൂജ് സൈഡ് എഫക്ട്സ്. ആൻഡ് ഡെർമാ റോളിംഗ് കൂടി ചെയ്തിട്ട് ഞാൻ മുടി നന്നായിട്ട് ബ്രൈഡ് ചെയ്യാണ്. സോ ഇഫ് യു എൻജോയ് ദിസ് വീഡിയോ ദെൻ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിന്റെയും കാര്യങ്ങളും ലിങ്ക്സും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതുവരെ ടാറ്റാ.